ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. അതുപോലെ ഇന്ന് ചിങ്ങം 1 1200 വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പോൾ ചിങ്ങം 1 രാവിലെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പക്ഷേ രാവിലത്തെ ഒരു മഴയും ഇവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓണം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ ചെടികളിലും നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ റെഡി ആയിട്ട് നമുക്ക് തൃപ്പൂണിത്തുറ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡി ആയിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് പിന്നെയും നമുക്ക് മഴ കിട്ടിയോണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറി നിന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് കയറി നിന്നതാണ്. പക്ഷേ ഇവിടെ കയറിയിട്ട് ഞങ്ങൾ ചായ സമൂസയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മളവിടെ ഇരുന്നു. പക്ഷേ മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല. ഞങ്ങൾ ഒരു മണിക്കൂറെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് മഴ നന്നായിട്ട് മാറിയിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ചായയും പിന്നെ ഒരു സമൂസയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ആ ഒരു സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മഴയൊക്കെ മാറി. എന്നിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് ഒരു പാനിപ്പൂരിയുടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് സമൂസ ചാട്ട് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടി അവരപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ എനിക്ക് നോർമലി ഈ സമൂസ ചാട്ട് പാനിപ്പൂരി ഒന്നും ആദ്യം വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ സമൂസ ചാട്ടും പാനിപ്പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വല്യച്ഛന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സർപ്രൈസ് വല്യച്ഛന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ഞങ്ങളുടെ സർപ്രൈസ് ഫുൾ പാളിപ്പോയിട്ടുള്ളൊരു ദിവസമാണിന്ന്. വല്യച്ഛനും വല്യമ്മയ്ക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്തു നിന്ന് തൃശ്ശൂർ വരെ വന്നതാണ്. അപ്പോൾ വല്യമ്മയും വല്യച്ഛനും ഇവിടെ ഇല്ല. വല്യച്ഛനൊക്കെ കോട്ടയത്താണ്. അവർ 11:45 രാത്രി ഇങ്ങോട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ 8:30 ആയപ്പോൾ വന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളിവിടെ കട്ട പോസ്റ്റായി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു 2.5-3 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ശോഭ സിറ്റി മാളിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ആ ശോഭ സിറ്റി മാളിൽ എല്ലാ ഷോപ്പും അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അത്രയും നേരം ശോഭ സിറ്റി മാളിൽ വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ 11:45 ആയപ്പോഴേക്കും വല്യച്ഛനും വല്യമ്മയും എത്തി. അപ്പോൾ നമ്മൾ ശോഭ സിറ്റി മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്യച്ഛനൊരു കേക്കുമായിട്ട് വല്യച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ വല്യച്ഛനും വല്യമ്മയും ഭയങ്കര ഹാപ്പിയായി, കൂടെ ഞങ്ങൾ ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പാതിരാത്രിയിൽ ഞങ്ങൾ അൽഫാമും റൈസൊക്കെ കഴിച്ചിട്ട് രാത്രി 2 മണിയായപ്പോഴാണ് ഞങ്ങൾ കിടന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ഡേ ആയിരുന്നു. അപ്പോൾ വല്യച്ഛനും വല്യമ്മക്കും ഞങ്ങളും കൂടുതൽ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.